ഒരുപാട് പേര് കമന്റ് ചെയ്തു ലിയോ മടിയനാണ്, അലസനാണ്. ചിക്കനാണ് തരാൻ പോകുന്നത്. തരാം, അച്ഛൻ മുട്ട തരും. ആ മിടുക്കൻ കേട്ടാലാണ് ആള് ആക്റ്റീവായിട്ട് വരുന്നത്. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ലെയ്ക്ക പടം വരയ്ക്കുന്നൊരു വീഡിയോ. അപ്പോൾ അതിൽ ലിയോയെ കൊണ്ട് വരച്ച് ലിയോ പേന പിടിച്ചിട്ട് കൊണ്ട് താഴെ ഇട്ടു. പിന്നെ വളരെ അലസമായിട്ടൊക്കെ പെരുമാറുന്ന രീതിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ലിയോ മടിയനാണ്, അലസനാണ് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ലിയോ അല്ലെങ്കിൽ ലിയോയെ പോലെ ഉള്ളവർ പിന്നെ അലസന്മാരല്ല. അവർ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് ട്രീറ്റ് കിട്ടണം. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പണ്ട് നമ്മുടെ ചോട്ടു ഉള്ളപ്പം ചോട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പിന്നെ പൊരിച്ച മുട്ടയായിരുന്നു. വേറെ എന്ത് കൊടുത്താലും അവൻ സാധാരണ കഴിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പൊരിച്ച മുട്ട കാണുമ്പം ആ സാധനം കാണുമ്പം അവൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഓരോന്ന് പരിശീലിപ്പിക്കാൻ പറ്റുന്നത് പലരെയും. നീക്കയെ സംബന്ധിച്ചിടത്തോളം അതല്ല, അവൾക്ക് ഒരു ട്രീറ്റ് കിട്ടിയാൽ മതി. അത് എന്ത് തന്നെയായാലും ഒരു ട്രീറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു പിന്നെ നല്ല വാക്ക് വേണം, അത്രയേ ഉള്ളവർക്ക്. പക്ഷേ ലിയോയെ അതല്ല. ലിയോയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ട്രീറ്റ് കിട്ടണം. നമുക്കതൊന്ന് നോക്കാം. ലിയോ കൂട്ടാ ഞാൻ ഇത് പിടിച്ചിട്ട് ഒരു പടം വരയ്ക്കാൻ പോകാനൊക്കെ. ഒരു പടം വരച്ചാൽ ബിസ്ക്കറ്റ് തരാം. ബിസ്ക്കറ്റ് തരും. ഒരു പടം വരച്ചേ. ഇത് വെച്ചിട്ടേ എന്നാ ഒരു ഇത് പിടിച്ചിട്ടേ അതിലൊരു പടം വരച്ചാണ്. ഇനി വന്നേ മക്കളെ, ചെന്നേ. ഇതിലേ ഇങ്ങോട്ട് വേടാ. അപ്പം ബിസ്ക്കറ്റ് ഉപയോഗിച്ചാണുള്ള കാര്യമാണ് ഇത്. മക്കളൊരു പടം വരയ്ക്കേ. ലിയോ കൂട്ടാൻ ചെന്നേ. പോയി പിടിച്ചേ. പിടിച്ചോ. ഇടല്ലേ. ഇനി വാ. ഇതാണ് ലിയോയുടെ സ്ഥിതി. പോയി കിടക്കാനായിട്ട്. അപ്പം ലേക്ക കൂട്ടി ഇനി വന്നേ. ആട്ടെ, മക്കൾക്ക് ബിസ്ക്കറ്റ് വേണോ? തരാം. ഇവിടെ അത് താഴെ ഇട്. എന്നാ മക്കള് പോയി ഒരു പടം വരച്ചേ. പിടിച്ചോ. പോയൊരു പടം വരച്ചേ. വരയ്ക്കേ. വരയ്ക്കേ. പടം വരയ്ക്കേ. ഓക്കെ, മിടുക്കി. അപ്പൊ ഇത് ലേക്കയുടെ സ്വഭാവം ഇതാ. അതാ ഒരുത്തൻ്റെ അടുത്ത് പടം വരയ്ക്കാൻ പറഞ്ഞ് ദേ പോയി കിടക്കുന്നുണ്ട്. വേണോ? ചൂട്. കൊള്ളാമോ? ഇനി വേണോ? അതിനോട് ആ ഒരു താല്പര്യമില്ല. തിന്നും എന്നല്ലാതെ ഇനി തരും. ഒരു പടം വരച്ചാൽ തരും. ലിയോ കൂട്ടം പോയി ഒരു പടം വരച്ചാൽ അച്ഛൻ മുട്ട തരുന്നതായിരിക്കും. പിടിച്ചേ. ഇനി വന്നേ. എടാ ഒരു പടം വരയ്ക്കടാ. മുട്ട തരാം. എന്നാ ഒരു പടം വരയ്ക്കടാ. മുട്ട തരാം. അച്ഛൻ മുട്ട തരും. ഇതാ സ്ഥിതി. അവന് മുട്ടയും താല്പര്യമില്ല. പക്ഷെ ലേക്കയെ സംബന്ധിച്ചിടത്തോളം അവക്കെല്ലാം ഇഷ്ടമാണ്. മക്കൾക്ക് മുട്ട വേണോ? ഒരു പടം വരച്ച അച്ഛൻ ഇപ്പം മുട്ട എടുത്ത് തരും. പിടിച്ചേ. ഒരു പടം വരച്ചേ. അപ്പോൾ ഒരു പടം വരച്ചേ. വരയ്ക്കേ. അങ്ങോട്ട് വരയ്ക്കേ. ഇങ്ങോട്ട് വരയ്ക്കേ. താഴെ ഇട്ടാ. വരയ്ക്കേ. മിടുക്കിയാണ്. അപ്പൊ ഇനി നമുക്ക് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെച്ചിട്ട് നോക്കാം. ചിക്കനാണ്. ഓടിപ്പോയാ പേപ്പർ എടുത്തുണ്ടോ? ഓടിപ്പോയിട്ടോ. പേപ്പർ എടുത്തോട്ടോ.
എന്തൊരു ആവേശം, കടിച്ച് കുടഞ്ഞ്. ചിക്കൻ വേണോ എനിക്ക്? ആഹാ, എന്തൊരു മണം, എന്തൊരു മണം. ഇരിക്കവിടെ, ഇരിക്ക്. ഞാൻ പറയുന്ന കണക്ക് കേൾക്കണം. എടാ ഇതെത്രേ? 1. ഇതെത്രേ? 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 ഉറക്കെ പറയ്. ആ ആ പറ്റിയില്ല. ശരിക്കണ്ടേ? ആ എണ്ണ കാണാം. ആ ഇതെത്രേ? 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 ആ പറ. ആ എത്രേ? ആ ഇതെത്രേ? ആ ഇതെത്രേ? ആ ആ ഒന്നൂടെ. 3 വരെ അറിയത്തുള്ള. അപ്പൊ ചിക്കൻ അങ്ങോട്ട് തരും. ചിക്കൻ എന്ന് പറഞ്ഞാൽ അവക്കും കൊണ്ട്. ഇനി ഇനി ഒന്നുകൂടെ എണ്ണുന്നാ, ഒന്നുകൂടെ എണ്ണുന്നാ, ഒന്നുകൂടെ എണ്ണുന്നാ. പറയ് പറയ് ഉറക്കെ പറയ്. നമ്മളെ വീഡിയോ എടുക്കുന്ന. ആ പറയത്താ. ആ പറയ്. ആ ആ മിടുക്കൻ, മിടുക്കൻ. ആ മിടുക്കൻ കേട്ടാലാണ് ആള് ആക്റ്റീവായിട്ട് വരുന്നത്. ആ ആ ഓ ഓ ഓ കൊച്ച്. ആ എണ്ണി മിടുക്കനെ എണ്ണിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ഒളിച്ചു വെച്ചാൽ കണ്ടുപിടിക്കോ? ചിക്കൻ ഉണ്ട്, ഒളിച്ചു വെച്ചാൽ കണ്ടുപിടിക്കോ? നോക്കാതെ ലിയോക്കുട്ട, ഇതേ നമ്മൾ പോകുന്നത് മയക്കുമരുന്ന് കണ്ടുപിടിക്കാനാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. നോക്കിക്കോളേ. അപ്പം ആദ്യം ബെൽറ്റൊക്കെ ഇടാം. ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ? ആ ഇനി ഇതൊന്ന് സ്മെല് ചെയ്തേ. മക്കളെ സ്മെല് ചെയ്തേ. സ്മെല് ചെയ്താ? ഓക്കെ. ഡൗൺ ലിയോ, ഡൗൺ 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 ഡൗൺ. മറച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് ഒളിച്ചു വയ്ക്കാൻ പോവുക. നോക്കാം. സെർച്ച്. നോക്ക് 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 നോക്ക്. ചിക്കനാണ് കിട്ടാൻ പോകുന്നത്. പോയി കണ്ടുപിടി. കണ്ടുപിടിച്ചിട്ട് പറയും എവിടാന്ന് പറയും. എവിടാന്ന് പറയും. കണ്ടുപിടി കണ്ടുപിടി കണ്ടുപിടി. ലിയോ ഈ നമ്മളൊരു സാധനം കൊണ്ട് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ടുപിടിക്കും. പക്ഷെ അവൻ്റെ ഒരു പ്രൊഫഷണൽ ടൈപ്പ് അല്ല. അവനെ കുട്ടിക്കാലം മുതൽ അങ്ങനെയല്ല ശീലിപ്പിച്ചത്. അവൻ പോയിട്ട് എന്താ ഒരു പിന്നെ നമ്മളങ്ങനെ അപകടകരമല്ലാത്ത സാധനങ്ങളാണ് വയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് കടിച്ചു കുടഞ്ഞ് അവൻ്റെ വികൃതി കാണിക്കുന്നത്. പക്ഷേ ലേഖയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ അല്ല. അവർ അത് വേറെ ടൈപ്പാണ് അവരുടെ പ്രവർത്തനം. ലേക്ക് ഇഞ്ഞു വാ, ഇഞ്ഞു വാ, ലേക്ക് ഇഞ്ഞു വാ.
അപ്പോൾ ഇതൊരു മയക്കുമരുന്നാണ്. ഇവിടെ എവിടെയോ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി മണപ്പിക്കണം കേട്ടാ. മണത്തല്ലോ. ഓക്കെ. ഡൗൺ ഡൗൺ ഡൗൺ. തല ആട്ടി തല ആട്ടി. ആ ഓക്കെ. സെർച്ച്. ഇറങ്ങ. ഓക്കെ. മിടുക്കി. ഇതാണ് പ്രൊഫഷണൽ ടൈപ്പ്. പിന്നെ അവൾ അതെടുക്കില്ല. അവിടെ ഇരുന്ന് കുറയ്ക്കുകയുള്ളു. ലിയോ അങ്ങനല്ല. ലിയോ പിന്നെ പറഞ്ഞില്ലേ, അവൻ കുട്ടിക്കാലം മുതലേ അവനെ എന്താ പറയുന്നത്, പിന്നെ ലാളിച്ച് അങ്ങനെ അങ്ങ് ആക്കി. വാ ജയക്കുട്ടമ്മ. എന്ത് പറഞ്ഞാലും കേൾക്കുമോ? എന്ത് പറഞ്ഞാലും കേൾക്കണം. എന്ത് പറഞ്ഞാലും കേൾക്കും. ആ ഉവ്വ. ഇത് തന്നെയാണ് ലിയോയുടെ സ്വഭാവം. ബിസ്ക്കറ്റിനോട് ഒരു അതിയായ താല്പര്യമില്ല. പിന്നെ കിട്ടിയാൽ തിന്നും, അത്രയേ ഉള്ളൂ. പക്ഷേ നേരെ മറിച്ച് ചിക്കൻ എന്ന് പറയുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പോൾ അത് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും. ആ ഒരു സ്വഭാവക്കാരനാണ്. ലൈക്ക അതല്ല. ലൈക്ക ശരിക്കും ഒരു പ്രൊഫഷണൽ ബ്രീഡിൻ്റെ സ്വഭാവം അവൾക്കുണ്ട്. കാര്യം എന്തെങ്കിലും ട്രീറ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഇല്ലേടി? പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യില്ലേ? അഴിക്കണ്ട. നീ അഴിക്കാനല്ല. ആ നീ ഇപ്പുറത്തേടിയേ.